ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ 2 ദിവസത്തെ വിശേഷങ്ങളും റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ വെച്ചാൽ നല്ല മഴയാണ്. നല്ല സൗണ്ടും ഇടിയും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് വീഡിയോ എടുത്തിട്ട് കൊണ്ട് ഓടിപ്പോകുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരം വൈകുന്നേരത്തിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. റഫീഖാൻ്റെ പെങ്ങളും മക്കളൊക്കെ വന്നിട്ടുണ്ട്. ബത്തേരിയുള്ള പെങ്ങളാണ്, ചെറിയ പെങ്ങൾ. അപ്പോൾ ഞാനൊരു പഴം ഉണ്ടായിരുന്നു കേട്ടോ. പഴം കുറച്ച് പഴുപ്പ് കുറവാണ്. അത് വെച്ചിട്ട് ഒരു ഈസി സ്നാക്സ്, ഈസി പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ 3 പഴം എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അളവ് കണ്ടാൽ അറിയാലോ. ഒരു 2 പഴം, നേന്ത്രപ്പഴം 2 എണ്ണം പഴുത്തത് എടുക്കുക കേട്ടോ. എൻ്റെത് പഴുപ്പ് വളരെ കുറവാണ്. നിങ്ങൾ എടുക്കുമ്പോൾ പഴുത്ത പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. പഴുത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. നല്ല പഴുത്ത പഴം കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാ ഞാൻ പഴം ഒരു 2 എന്നുള്ള കണക്കിനെടുത്താൽ മതിയേ. ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇങ്ങനെ വരയിട്ട് കൊടുത്തിട്ട് കട്ടാക്കി എടുക്കൂലേ, അങ്ങനെ കട്ടാക്കി എടുക്കാം. ഇതിന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പഴം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അത് നമ്മൾ ഒന്ന് വാട്ടിയെടുക്കൂലേ, അതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിലേക്ക് എഗ്ഗ് വേണം, പിന്നെ കുറച്ച് മക്രോണില്ലേ അതും കൂടെ വേണം കേട്ടോ. അതൊന്ന് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 കൈപ്പിടി മക്രോണിയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോളേൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് പഴവും മക്രോണിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. എഗ്ഗിലും ഒക്കെ മാറ്റങ്ങൾ വരും. ഞാനിപ്പോൾ ഇതാ ഒരു 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് ബാറ്റർ ലൂസാണോ ടൈറ്റാണോ എന്ന് നോക്കിയിട്ട് ഇനിയും വേണമെങ്കിൽ എഗ്ഗ് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഇത്രയും വേണ്ടി വരില്ല, അങ്ങനെയൊക്കെ കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനൊന്നും ഒരു കണക്ക് പറയുന്നില്ല കേട്ടോ. 4 ടീസ്പൂണോ 5 ടീസ്പൂണോ ഒക്കെ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആ മധുരം പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. അത്രയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ഇതാ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുക്കുമ്പോൾ ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അത്രയും പഴുത്തിട്ടുണ്ടായിരുന്നില്ല, മധുരവും കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പഴുത്ത പഴത്തിലാണെങ്കിൽ അങ്ങനെ വാട്ടിയ പഴം നമ്മൾ എഗ്ഗിലേക്ക് ചേർത്ത് കൊടുത്തു. മക്രോണി 2 കൈപ്പിടി കേട്ടോ. മക്രോണി വേവിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് ഊറ്റിയെടുത്തത് നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ ഒന്ന് ഊറ്റിയെടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു മധുരമാണെങ്കിലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ പഴുത്ത പഴം, അതെന്തായാലും പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അത് മറന്നു പോകണ്ട. ഇതാ ഇപ്പോൾ ബാറ്റർ ഒന്ന് ഞാൻ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് തിക്കാണ് കേട്ടോ. കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട്, ആ ഒരു വൈറ്റ് കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറില്ലേ, യെല്ലോ കളർ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ബാറ്റർ കുറച്ച് തിക്കായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം. അത് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ പഴുപ്പ് കുറവാണല്ലോ, അതുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ യോജിച്ച് നിൽക്കില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ 4 എഗ്ഗ് തന്നെ മതിയാവും കേട്ടോ. കാര്യം പഴുത്ത പഴം എടുത്താൽ കുറച്ചൊരു ലൂസി കൺസിസ്റ്റൻസി അങ്ങനെ ആവില്ല, ഒരു കുഴഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ ആയി കിട്ടിക്കോളും. ഞാൻ ഒന്നും കൂടെ ചേർത്ത് കൊടുത്തു, ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു. അത്രയേ ഉള്ളൂ. ഒരു പാനിൽ കുറച്ച് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ. അതിലേക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളെ ബാറ്റർ നന്നായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. മോൾ ഭാഗമൊന്ന് ലെവലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട്, കിസ്മസ് കാര്യങ്ങളൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം ആ ഒരു പഴവും മക്രോണിയും കൂടെ മിക്സായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ അത്രയും മതി
മതിട്ടാ. ഇനി അടച്ച് വെച്ച് നമ്മൾ പോളകളൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ദോശപ്പാൻ, ഒരു പഴയ ദോശപ്പാൻ എന്തെങ്കിലും അടിയിൽ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ സേഫാണ് കേട്ടോ. കാര്യം ഒരു 15-20 മിനിറ്റോളം, മാക്സിമം 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡി ആയി കിട്ടും, ലോ ഫ്ലെയിമിൽ കേട്ടോ. അപ്പോൾ ഒരു തട്ട് അടിയിൽ വെച്ച് കൊടുത്താൽ നന്നാവും, അടി കരിയാണ്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വരും, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ കൈ വെച്ചിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പുറത്തെ വേറൊരു പാനിലേക്ക് ഞാനൊരു കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് തിരിച്ചിടാനൊക്കെ പറ്റും, പൊട്ടിപ്പോവോ ഒന്നുമില്ല. അവിടെ 1 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി, വേവാനും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉന്നക്കായിൻ്റെ ഒക്കെ പണ്ടല്ലേ, അത് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മക്രോണി ചേർത്ത സമയത്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ഇതിന് ടേസ്റ്റ് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുത്തുക. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക, അങ്ങനെ അതൊക്കെ നമുക്ക് അതൊരു വേറെ വേറെ ഐറ്റത്തിലാക്കിയിട്ട് നമുക്ക് ഓരോ സ്നാക്സിന് എടുക്കാൻ വേണ്ടി പറ്റൂലേ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇതിങ്ങനെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല വയറ് ഫില്ലാകുന്ന ഒരു സ്നാക്സും കൂടിയാണേ. അപ്പോൾ ഇതാ നമ്മൾ ചൂടോടെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അപ്പോൾ പ്രത്യേകിച്ചും വിശപ്പ് കൂടുമല്ലോ. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട, ഇതൊരു പീസ് കഴിച്ചാൽ നമ്മളെ വയറ് ശരിക്കും ഫില്ലാവും കേട്ടോ, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നല്ല എളുപ്പമല്ലേ, നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് എല്ലാം ഉള്ളത്. പിന്നെ നമ്മളിതാ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ വെറുതെ പറയുന്നതല്ല, നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഏകദേശം തീർന്നു. ഇനി ഒരു പീസ് നമ്മൾ റഫീഖാക്ക് എടുത്ത് വെക്കാണ് കേട്ടോ ചെയ്തത്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ പീസ് കാണുന്നത് എന്താണെന്നറിയാം, എൻ്റെ പഴം പഴുപ്പ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നത്. അത് നിങ്ങൾ പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ജോയിൻ ആയിട്ട് നിന്നോളും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഒന്ന് ഇടട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമസ്കാരം ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ രാത്രിത്തെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. കറണ്ടില്ല കേട്ടോ, മഴ പെയ്തിട്ട്. അത് കണ്ടോ, നല്ല ഇരുടായിട്ടാണ് നിൽക്കുന്നത്. ചില ലൈറ്റുകളാണ് നമ്മളതും കത്തുന്നത് ഇൻവേർട്ടറിൽ. അങ്ങനത്തെ മഴയാട്ടോ, നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെയ്യുന്ന മഴയൊക്കെ അങ്ങനെയല്ലേ, നല്ല ചൂടും നല്ല മഴയും അങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ആക്കാനാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുഡ് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർക്ക് ആർക്കും നെയ്ച്ചോറ്, ബിരിയാണി, മന്തി ഇങ്ങനത്തെ ഒരു ഐറ്റവും വേണ്ട എന്നിട്ടോ പറയുന്നത്. എനിക്കും വേണ്ട, കാരണം നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്നൊക്കെ കഴിച്ച് നോമ്പിനും പെരുന്നാളിനൊക്കെ ഇത് തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് കഞ്ഞി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു മാങ്ങ ചമ്മന്തിയും ഫിഷ് ഫ്രൈയും അങ്ങനത്തെ കുറച്ച് നാടൻ ഐറ്റങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു കഞ്ഞി, ഒരു അടിപൊളി കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ, കാണിച്ചു തരാം. അപ്പോൾ മീൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചമ്മന്തി റമിലത്തെ പൊടിക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയും കുറച്ച് മുളക് പൊടിയും ചുവന്നുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും തേങ്ങയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ വടുകയില്ലേ, വടുക ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. വടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ടക്കായി എന്ന് പറയും ഇവിടെയൊക്കെ. അതിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. അതും വഴുതന വെച്ചിട്ടും മത്തൻ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കും. ഇതിപ്പം നമുക്ക് റഫീഖാൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. ഈ മത്തൻ വെച്ചിട്ടുള്ള വടുകയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞിക്കും ചോറിനും വെറും ചോറിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കഞ്ഞീൻ്റെ മീനല്ലേ നമ്മളെ തൈരിൽ ഉണക്കിയ മുളക് കൊണ്ടാട്ടം എന്ന് പറയുന്നത്, അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ ആക്കിയപ്പോൾ പിന്നെ ഭയങ്കര സിമ്പിളായിട്ടോ. കുക്കറിൽ കുറച്ച് അരി ഇട്ടു, നമുക്ക് എല്ലാവർക്കും ഉള്ള കഞ്ഞിക്കുള്ള അരി ഇട്ടു, കുക്കർ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും അതിൽ എയർ പോയി കഞ്ഞി അവിടെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മീനും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാണ്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കഞ്ഞി ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഇത് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞി ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിലേക്ക് സെർവ് ചെയ്യാണ് കേട്ടോ. കുറച്ച് കഞ്ഞി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇതുവരെ കഞ്ഞി കുടിച്ചിട്ടില്ല കേട്ടോ. കഞ്ഞി കുടിക്കും പനിയൊക്കെ വരുമ്പോൾ. എന്താ പറയുക, ഫസ്റ്റ് ദിവസം ചോറിനാണ് കഴിക്കും, പിറ്റത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കഴിക്കാൻ പറ്റലുണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് കഞ്ഞിയും അച്ചാറോ ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കൂട്ടോ. അതേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞി എന്ന് പറയുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് കണ്ട നമ്മുടെ ചമ്മന്തി ഇട്ടു, മീൻ പൊരിച്ചതിട്ടു, കണ്ണിമാങ്ങ ഉണ്ടായിരുന്നു ഉപ്പിലിട്ടത് അതിട്ടു, ഉപ്പിലിട്ട മുളകിട്ടു, നമ്മളെ കൊണ്ടാട്ടം ഇട്ടു, നമ്മളെ വടുക ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കുന്നത് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് ചമ്മന്തി എടുത്തിട്ട് ഇതിലൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി എല്ലാം ഫിഷ് എടുക്കുക, മുളക് എടുക്കുക, നമ്മുടെ ഉപ്പിലിട്ട മുളക് എടുക്കുന്നുണ്ട്, വടുക എടുക്കുന്നുണ്ട്, മാങ്ങ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം കഴിക്കാൻ. നമ്മൾ ഓരോന്ന് എടുത്തിട്ട് കഴിക്കരുത്. ചമ്മന്തി മാത്രം കൂട്ടിയിട്ട് ഫിഷ് മാത്രം കൂട്ടി അങ്ങനെ കഴിക്കരുത് കേട്ടോ. എല്ലാത്തിനും ഇതുപോലെ തന്നെ കഴിക്കണം. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കണം. എല്ലാത്തിനും കുറച്ച് എടുക്കുക. ഇതിപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഐറ്റം ഒന്നുമല്ലല്ലോ. ഒന്നും എടുത്തിട്ട് അത് ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്. കാര്യം ഞാൻ ചട്ടിച്ചോറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേ, അതിൻ്റെ കൂടെ നിർത്താൻ പോകുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ മേലെ വരുന്ന ഒരു ടേസ്റ്റാട്ടോ ഇതിനുള്ളത്. എനിക്കിതുവരെ അതറിയില്ലായിരുന്നു. അപ്പോൾ കിടിലൻ ടേസ്റ്റ്, ഞാൻ വെറുതെ പറയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഈദ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ മച്ചുല്ലേ, റമൽത്താൻ്റെ മൂത്ത മോള് മച്ചു ഒരു കടലക്കറി ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഓളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ കടല രാത്രി കുതിർത്തിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ഒരു ചെറിയൊരു സവാള ഇട്ടു, വലുത് വേണ്ട, ചെറിയൊരു സവാള, ഒരു തക്കാളി, ഒരു 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് മസാലകൾ ഇങ്ങനെ തന്നെ ചേർക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ്. ഇപ്പോൾ റഫീഖ പറഞ്ഞ് നല്ല ടേസ്റ്റുള്ള, ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. ഇനി കടല വേവിക്കാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു പീസ് പട്ട ചേർത്ത് കൊടുക്കണേ, പട്ടേൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ കടല വേവിക്കാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്ന് കടല വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള കാര്യം എന്താ പറയുക, ഞാനിവിടെ ഇല്ലാത്തൊരു ദിവസം, ഇവരൊക്കെ ഉള്ള ദിവസം റഫീഖനോട് പറഞ്ഞ് മച്ചു നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. വീട്ടിലത്തെ എല്ലാ പണികളും ചെയ്യും. വീട്ടിലെ ഫുഡ് ഐറ്റംസ് ബിരിയാണിയും എല്ലാം ഉണ്ടാക്കും. എല്ലാം ഇങ്ങനെ പഠിച്ചിട്ട് ഉണ്ടാക്കി നോക്കലുണ്ട്. അപ്പോൾ റഫീഖനോട് പറഞ്ഞു മച്ചൊരു കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നേ. അപ്പോൾ അപ്പോഴേ ഞാൻ വിചാരിച്ചോളൂ റെസിപ്പി ചോദിക്കണം, എങ്ങനെയാണ് കടലക്കറി അല്ലേ, അത് നമ്മൾ വേറെ രീതിയിൽ മസാലകളൊക്കെ മാറ്റിയാൽ നല്ല ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കേണ്ടതും അല്ലേ. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് അവളോട് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ആക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റ് തന്നെ, ഒരു വേറിട്ട ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നാൽ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഡെയിലി നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ പുട്ട് കൂടെ ആക്കിയെടുക്കുന്നുണ്ട്. നോമ്പിന് പുട്ട് ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അധികം വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ പുട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ പുട്ടുകൊണ്ട് കളിയായിരിക്കും. അത് ഏകദേശം എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ ഇതിന് വീട്ടിൽ പോയപ്പം അവിടെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇന്നുണ്ടാക്കി. ഇപ്പോൾ റമൽത്ത് പറഞ്ഞു നമ്മൾ വരുമ്പോൾ തലേ ദിവസം പെരുന്നാളിൻ്റെ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അവിടെ പുട്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു പുട്ടിനോടൊരു വല്ലാത്തൊരു കൊതി വരും നോമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അത് നിൽക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ. അപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടല അവിടെ വെന്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് തേങ്ങ എടുക്കാം കേട്ടോ. ഒരു കപ്പ് ഒക്കെ ഒരു കപ്പ് അരക്കപ്പ് ഒക്കെ തേങ്ങ മതി കടലയൊക്കെ ഉള്ളതിനനുസരിച്ച്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങ ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ കറിയിൽ നിന്ന് വെന്ത് വന്ന കടലയില്ലേ,
കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഈ തേങ്ങേൻ്റെ കൂട്ടത്തിൽ തേങ്ങ ജസ്റ്റ് ഒന്ന് അരച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കടല ഇട്ടിട്ടും കൂടെ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക, കാരണം കടല ചേർത്തല്ലേ, ഒരുപാടല്ല, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. കടല ഒരു പേസ്റ്റ് ആകുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങോട്ട് തന്നെ തിരിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് പാകാക്കി നമ്മൾ ഇഷ്ടത്തിന് ആക്കിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. തിളച്ച് വന്നതിന് ശേഷം കടുക്, കറിവേപ്പില ഒക്കെ ചേർത്തിട്ടൊന്ന് വറവും കൂടെ ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി റഫീഖക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേഗമാക്കി എടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ഫുഡെല്ലാം കഴിക്കട്ടെ. വാവ കഴിച്ചു കേട്ടോ. വാവ കഴിച്ചിട്ട് ഇതാ അപ്പുറത്തിരിക്കുന്നുണ്ട്. വാവ സമയമായപ്പോൾ അങ്ങനെ കഴിച്ചതാണ്. നമ്മൾ പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ സംസാരവും കാര്യങ്ങളൊക്കെ ആയി അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ ടൈം ആക്കുമല്ലോ. ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയിൽ കൂടെ. ഇനിയും ബാക്കിയുണ്ട്, കാരണം ലെങ്തി വീഡിയോ ആയിരുന്നല്ലോ നമ്മളെ ഇത് വീഡിയോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. ഞാൻ ബെഡ് വിരിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കുട്ടികൾ അവർ തന്നെ അടിച്ചു വാരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ തുടക്കാനും അങ്ങനെ വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആകെ ഒന്ന് അടിച്ചു വാരാനേ ഉള്ളൂ. പിന്നെ ഫുഡ് ഉണ്ടാക്കാനേ ഉള്ളൂ കേട്ടോ. പിന്നെ ആർക്കും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫുഡും ഹെവി ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട, ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അങ്ങനെ കേട്ടോ വിചാരിക്കുന്നത്. അതുകൊണ്ട് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. രാവിലെ റമലത്തെ മുറ്റടിച്ചു വാരിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അകമൊന്നും അടിച്ചു വാരാനേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് അടിച്ചു വാരാനേ ഉള്ളൂ. എല്ലാവരും വലിയ ആളുകളായതുകൊണ്ട് വീടൊന്നും വലിയ മോശമായിട്ടൊന്നുമില്ല. അപ്പം ഇതാ അലക്കിയത് കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. അപ്പോൾ ഇതിനിട്ട ഡ്രസ്സും കാര്യങ്ങളും ആ ഒരു സമയത്ത് അലക്കിയ ക്ലോത്തും കാര്യങ്ങളൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ അഴന്ന് എടുത്ത് കൊണ്ടുവന്നത് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് കൈയോടങ്ങ് മടക്കി എടുത്ത് വെക്കുക. പിന്നെ എന്താ പറയുക, നമ്മളെ ഇതിൻ്റെ ഈദ് വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് ഒരുപാട് വലുതാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. കാര്യം നല്ല നല്ല കമൻറ്റും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കുറേ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ രണ്ടാമത്തെ ഇത് സെക്കൻഡ് പാർട്ട് വീട്ടിൽ പോയ ഇതിൻ്റെ വീഡിയോ അല്ലേ, അതിൽ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അള്ളാ ഞാൻ ഫ്രീ ആകുമ്പോൾ തരും കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് നാടൻ ഫുഡ്, സാധാ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ റഫീഖ മാർക്കറ്റിൽ പോയിട്ട് ഇവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ മാർക്കറ്റിൽ പോയിട്ട് മീനെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ അപ്പോൾ അങ്ങനെ തോന്നുകയാണ്, ഇനി ഇറച്ചിയൊക്കെ എല്ലാവർക്കും മടുത്തതല്ലേ, ബീഫ് ചിക്കനൊക്കെ. അപ്പോൾ അങ്ങനെ മീൻ കുറച്ച് ചെമ്മീനും കുറച്ച് കഷ്ണമീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ വരട്ടാം, ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര താളിക്കുക, മീൻ ഫ്രൈ ചെയ്യുക,
അങ്ങനെയൊക്കെ കേട്ടോ ഇന്നത്തെ മെനു നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ആർക്കും മന്തിയും ബിരിയാണിയും ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സേമിയയും ക്യാരറ്റും കൂടെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. എന്നാൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമേ, നല്ല എളുപ്പത്തിൽ. അപ്പോൾ ഇതാ റോസ്റ്റഡ് സേമിയ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ടിട്ട് ഒന്ന് സെക്കൻഡ് മാത്രം, 2-3 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ ആ സേമിയയിലേക്ക് ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്രയും മതിയേ. വറുത്ത സേമിയ വീണ്ടും ഇട്ടിട്ട് ഡാർക്കാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. ആ ഒരു കളർ തന്നെ മതി. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിലേക്ക് അതൊന്ന് കുക്കാക്കി എടുക്കുക. ഒരുപാടങ്ങ് കുക്കാക്കുകയല്ല, എന്നാലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. അതൊന്ന് നന്നായിട്ട് ആ നെയ്യിലൊന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് കുക്കാക്കി എടുക്കാം. കുറച്ച് സമയം, ഒരു ഫുൾ കുക്കാക്കി എടുക്കേണ്ട കാര്യം, നമ്മൾ സേമിയൻ്റെ കൂടെ നമ്മളതിട്ട് കുക്കാക്കി എടുക്കുമല്ലോ. അപ്പോൾ ഇതാ അപ്പുറത്തെ അടുപ്പിൽ നമ്മളത്തെ ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കോരയാട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ പായസം നമ്മൾ ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പായസം എന്തായാലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുള്ള സ്വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വിഷുവിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ എന്താ പറയുക, അടുത്ത ഇതിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു പായസമാട്ടോ. ഒരു വെറൈറ്റി പായസം തന്നെയാണ്. നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ ക്യാരറ്റ് ഒരുവിധം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ചേഞ്ചായി വന്നു. കുക്കായി വന്നതിന് ശേഷം ഞാനൊരു 3 പാക്കറ്റ് പാല്, അതായത് 1.5 ലിറ്റർ പാലിലേക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പാലെടുക്കുന്നതിനനുസരിച്ച് എല്ലാത്തിലും വ്യത്യാസം വരുത്തണം കേട്ടോ. സേമിയൊന്നും ഒരുപാട് എടുക്കരുത്. ഒരു 2 കൈപ്പിടി സേമിയ മതി കേട്ടോ. ഒരു 1/2 കപ്പ് സേമിയ, അത്രയും ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. പാലൊഴിച്ചതിന് ശേഷം തിളക്കാനൊന്നും നിൽക്കണ്ട. അതിന് മുമ്പ് തന്നെ നമ്മൾ സേമിയ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നിട്ട് അതിൽ കിടന്നിട്ട് ഈ സേമിയയും ക്യാരറ്റും, സേമിയ കുക്കാകുന്ന സമയം കൊണ്ട് ക്യാരറ്റും അതിൻ്റെ കൂടെ കിടന്ന് കുക്കായിക്കോളും. അപ്പോൾ തിളച്ച് ഇതെല്ലാം ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളക്ക് വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് സേമിയ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് കുക്കാക്കി എടുക്കാം. അറിയില്ലേ സേമിയ? അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. സേമിയ നന്നായിട്ട് ഒരു പകുതി 3/4 ഭാഗം കുക്കായി വന്നതിന് ശേഷം ഞാനതിലേക്ക് പഞ്ചസാര, ഷുഗറൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടാട്ടോ, ഞാൻ അതിൻ്റെ അളവൊന്നും പറയുന്നില്ല. ആവശ്യത്തിലുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തു. ബാക്കി ഞാൻ മിൽക്ക് മെയ്ഡ് അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് കുറഞ്ഞ അളവ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒന്നും കൂടെ ഒന്ന് സേമിയ ഒന്ന് സോഫ്റ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ ഇത് കണ്ട സേമിയയും പാലും എല്ലാം ഒരുമിച്ച് തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാണ്, ഇതാണ് കറക്റ്റ് വേവ്. സേമിയ അടിയിലേക്ക് പോകരുത് കേട്ടോ. ഇത് കണ്ട സേമിയ കണ്ട നമ്മൾ തവിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞ് നിൽക്കും, ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. ഒരിങ്ങനെ സേമിയ ഇങ്ങനെ വളഞ്ഞ് നിൽക്കും, അതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവാട്ടോ. അപ്പോൾ ഇത് കണ്ട പാലും സേമിയയും ക്യാരറ്റും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ മോൾ ഭാഗത്ത് തന്നെ നിൽക്കും. അല്ലാണ്ട് പാലും മേലെയും താഴെ സേമിയയും മിക്സും കാര്യങ്ങളായിട്ട് വരരുത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് പായസമായിട്ട് നമുക്ക് കിട്ടൂല. ഇനി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ കുറച്ച് മൈദ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ അല്ലേ പായസത്തിനൊരു ഭയങ്കരമായിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് മാറും കേട്ടോ. നല്ലൊരു ടെക്സ്ചർ കിട്ടും നിങ്ങളെ പായസത്തിന്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ടേസ്റ്റും കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇനി വേണ്ട മൈദ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറഞ്ഞ അളവിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം നല്ല സോഫ്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനം കുറച്ച് മിൽക്ക് മെയ്ഡ്, മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പഞ്ചസാരേനെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് ഒരു 2-3 ടീസ്പൂൺ പാൽപ്പൊടിയല്ലേ, മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് പാലിൻ്റെ കൂടെ ആ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
പിന്നെ ഇതാ അവസാനം ഒരു ടീസ്പൂൺ പച്ച നെയ്യ് ഉണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കുക. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഒരു ടീസ്പൂൺ വേണമെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ ഗീയിൽ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പായസം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അതവിടെ ഇരുന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയണം കേട്ടോ. ഒന്ന് തണുത്ത് വന്നാൽ നല്ല ടേസ്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഇനി ലഞ്ച് കഴിക്കാം. എല്ലാവരും ഫ്രഷായി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചീര താളിച്ചതും മീൻ മുളകിട്ടതും മീൻ പൊരിച്ചതും എല്ലാം കൂട്ടിയിട്ട് അച്ചാർ എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി പായസത്തിൻ്റെ ടൈമാണ് കേട്ടോ. ആർക്കും ക്ഷമയില്ല കേട്ടോ. ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ പായസവും കഴിക്കുകയാണ്. ഓരോരുത്തരവിടെ മൈലാഞ്ചി ഇടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ ഉള്ള പായസം എടുക്കട്ടെ. അപ്പോൾ പായസം കണ്ടില്ലേ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാളും തിക്കാവണമെങ്കിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ കറക്റ്റ്, ആ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായസം എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് വേവിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് കഷ്ണങ്ങളാക്കി വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെയും ഒഴിക്കാം. പക്ഷെ അത് വേറെ ടേസ്റ്റാണ് കേട്ടോ. അത് വേറെ തന്നെ ടേസ്റ്റാണ്, ഇത് വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പായസം, അടിപൊളി പായസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പായസമൊക്കെ കുടിക്കട്ടെ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ്, റെസിപ്പീസ്, ക്ലീനിങ് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസും ഉൾപ്പെടുന്ന ഒരു ചാനലാണ് കേട്ടോ നമ്മളെ ചാനൽ. പുതിയ വ്യൂസിനോടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾ ചോദിച്ച റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തുതന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.